ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് ടോപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ കിയ കാരൻസിനെ പറ്റിയാണ്. ഇത് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് SUV ആണോ, ഇത് MPV ആണോ, ഇത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ വാഹനത്തെ പറ്റി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ സ്റ്റൈലിംഗിലേക്ക് വരികയാണെങ്കിൽ LED DRLs ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതിലിപ്പോൾ കിയ പറയുന്നത് അവരുടെ പുതിയ സ്റ്റാർ മാപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ബേസ്ഡ് ആണ് ഈ വാഹനത്തിൻ്റെ LED DRLസിൻ്റെ ഡിസൈൻ എന്നാണ്. ഇതിപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ കമ്പനി ആണെങ്കിൽ അവർ ഒറ്റൊരു സ്ട്രിപ്പ് കൊടുക്കും, അതായത് നല്ലൊരു കോൺസ്റ്റന്റ് ഒരു സ്ട്രൈറ്റ് LED DRLസിൻ്റെ സ്ട്രിപ്പ് കൊടുക്കും. പക്ഷേ ഇത് കിയ ആയതുകൊണ്ട് അവർ താഴേക്ക് ഒരു വാല് കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ വാഹനത്തിൽ LED ഹെഡ്ലാംപ്സ് ആണ് വരുന്നത്. ഹെഡ്ലാംപ്സ് റിഫ്ലക്റ്റർ ബേസ്ഡ് ആണ്, പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് അല്ല. പിന്നെ ഇതിൻ്റെ പ്ലേസ്മെന്റ് വരുന്നത് താഴെയാണ്. ടോപ്പിലത്തെ പോർഷൻ കംപ്ലീറ്റ് LED DRLസിൻ്റെ ആണ്. അത് മാത്രമല്ല ഡ്യുവൽ ഫംഗ്ഷൻ LED DRLs ആണ് ഈ വാഹനത്തിൽ വരുന്നത്. അതായത് അതിൻ്റെ സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൂടിയ LED DRLസിനകത്ത് തന്നെ ഇൻസേർട്ടഡ് ആണ്. നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാറി കത്തിക്കോളും. ഇനി ഗ്രില്ലിലേക്ക് വരികയാണെങ്കിൽ ഇതിലിപ്പോൾ ടോപ്പ് പോർഷനിൽ അങ്ങനെ ഗ്രില്ല് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ ഒരു ഗ്ലോസ് ബ്ലാക്ക് എലമെന്റും അതുപോലെ ഒരു ചെറിയ തിന്നായിട്ടുള്ള ക്രോം എലമെന്റും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ കിയയുടെ ടിപ്പിക്കൽ ടൈഗർ നോസ് ഗ്രിൽ എവിടെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പ്ലേസ്മെന്റ് അവർ താഴേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ ടൈഗർ നോസ് ഗ്രില്ലാണോ എന്ന് ചോദിച്ചാൽ ഇത് ഗ്രില്ലല്ല. താഴത്തെ ഒരു ക്രോം എലമെന്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു ശരിക്കും ഒരു ടൈഗർ നോസ് പോലെ അവർ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ മെയിൻ എയർ ഇൻടേക്ക് ഏരിയ ഒക്കെ വരുന്നതും അവിടെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ക്രോം എലമെന്റിന്റെ സൈഡിലായിട്ട് LED ഫോഗ് ലാംപ്സിന്റെ പ്ലേസ്മെന്റ് കാണാം. അത് കുറച്ചൊരു C ഷേപ്ഡ് അല്ലെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വാഹനത്തിന്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ കിയ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് പ്രൊഫൈൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സൈഡ് പ്രൊഫൈലിലേക്ക് ആദ്യം തന്നെ വരികയാണെങ്കിൽ അത്യാവശ്യം വലിയ സൈസിലുള്ള അലോയ്സ് തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 5 സ്പോക്ക് അലോയ് ആണെന്ന് പറയാം. അതിൽ തന്നെ ക്രോം എലമെന്റ്സ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ അലോയ്സിന്റെ ഡിസൈൻ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതിന്റെ അലോയ്സിന്റെ സൈസ് എത്രയാണെന്ന് കമ്പനി ഒഫീഷ്യലി പറഞ്ഞില്ല. അവർ എന്തുകൊണ്ടാണ് പറയാത്തത് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ ടയർ സൈസ് ഇപ്പോൾ ഇതിൽ തന്നെ ടയറിൽ തന്നെ നോക്കുകയാണെങ്കിൽ 205 സെക്ഷൻ ടയർസ് ആണ് ഈ വാഹനം വരുന്നത്. 18 ഇഞ്ച് വീൽസ് ആണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഓൾമോസ്റ്റ് സെയിം എൽക്കസാറിന്റെ ടയർ പ്രൊഫൈലുമായിട്ട് സിമിലർ ആയിരിക്കാം. ഇതിന്റെ എൽക്കസാറിലും 18 ഇഞ്ച് അലോയ്സ് തന്നെയായിരുന്നു. ഇനി ഇതിന്റെ ഓവറോൾ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള വീൽ ആർച്ചസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലാണെങ്കിലും ബോഡി ക്ലാഡിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിൽവർ ആണ് ഈ ബോഡി ക്ലാഡിങ്സ് അവർ കൊടുത്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിലാണ് വരുന്നത്. ORVMs ബോഡി കളേർഡ് ആണ്. അതിപ്പോൾ ഒബ്വിയസ്ലി ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഫോൾഡബിൾ ആണ്. സൈഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ വിൻഡോ ലൈൻ്റെ താഴത്ത് നോക്കുകയാണെങ്കിൽ ഒരു ക്രോം എലമെന്റ് അവർ ത്രൂ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വാഹനത്തിന്റെ ഏകദേശം ഡീ പില്ലർ വരെയൊക്കെ റൺ ചെയ്യുന്ന തരത്തിലാണ് ഈ ക്രോം എലമെന്റ് ചെയ്തിരിക്കുന്നത്. അതും കാണാൻ അത്യാവശ്യം രസമുണ്ടെന്ന് പറയാം. ഇതിന്റെ സെക്കൻഡ് റോയിലേക്ക് കയറാനുള്ള ഡോർസ് ആക്ച്വലി വളരെ വലുതാണ്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും നല്ല നീളമുള്ള ഡോർസ് ആണ്. പക്ഷെ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു പോരായ്മ തോന്നിയത് ഈ വാഹനത്തിന്റെ ക്വാർട്ടർ ഗ്ലാസിന്റെ സൈസ് അത്ര വലുതല്ല. കുറച്ചൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന സൈസാണ് ക്വാർട്ടർ ഗ്ലാസിന്റെ. എന്തായാലും ക്വാർട്ടർ ഗ്ലാസിന്റെ സൈസ് ചെറുതാണെങ്കിലും തേർഡ് റോയിൽ ഇരിക്കുന്നവർക്ക് അത്ര ഒരു കൺജസ്റ്റഡ് അല്ലെങ്കിൽ ഒരു ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ബേജ് ഇന്റീരിയേഴ്സ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇനി ഇതിന്റെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഷാർക്ക് ഫിൻ ആന്റിന അവൈലബിൾ ആണ്. റൂഫ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് എന്തായാലും ഫംഗ്ഷണൽ റൂഫ് റെയിൽസ് ഒന്നും അല്ല വരുന്നത്. ഇനി ഇതിന്റെ റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിലും LED ടെയിൽ ലാംപ്സ് തന്നെയാണ് വരുന്നത്. ഇതും അവരുടെ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ DRLസിന്റെ കൺസെപ്റ്റ് പോലെ തന്നെ സ്റ്റാർ മാപ്പ് കൺസെപ്റ്റിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴേക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. സെൽട്ടോസിന്റെ ടെയിൽ ലാംപ്സ് മോഡിഫൈ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഡിസൈൻ വൈസ് ഇവിടെ ഇപ്പോൾ കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ് ടെയിൽ ലാംപ്സിന്റെയും. ഓവറോൾ റിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിലിപ്പോൾ റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ ഈ സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. ടോപ്പിലാണെങ്കിലും ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. പിന്നെ LED ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാംപ്സ് അവൈലബിൾ ആണ്. സെൻറ്ററിൽ കിയയുടെ വലിയ സൈസിലുള്ള ഒരു ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന്റെ ടെയിൽ ലാംപ്സ് തമ്മിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അത് LED ലൈറ്റ്സ് അല്ല, അതിൽ നോർമൽ റിഫ്ലക്റ്റേഴ്സ് ആണ്. പക്ഷേ ഇതിപ്പോൾ ഈ കണക്റ്റഡ് സ്ട്രിപ്പ് ആക്ച്വലി ലൈറ്റിംഗിൽ ഇപ്പോൾ കിയയുടെ ഒരു ടിപ്പിക്കൽ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു കിയ വാഹനം എടുത്താലും ഇപ്പോൾ സോണറ്റിൽ ഈ ഒരു ട്രെൻഡ് അവർ കൊണ്ടുവന്നു. ഈ വാഹനത്തിലും ആ ഒരു ട്രെൻഡ് ഉണ്ട്. ഇനിയിപ്പോൾ സെൽട്ടോസിൽ അറിയില്ല വരുമോന്ന്. ഈ ബൂട്ട് ഡോറിലെ റൈറ്റ് സൈഡിലായിട്ട് 7 സ്പീഡ് DCTയുടെ ബാഡ്ജിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ബമ്പറിലേക്ക് വരികയാണെങ്കിൽ 3D ക്രോം എലമെന്റ്സ് എന്നാണ് കിയ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അതായത് താഴത്ത് ബമ്പറിൽ കൊടുത്തിരിക്കുന്ന ക്രോം എലമെന്റ്സ് ആണ് അവർ ഉദ്ദേശിച്ചത്. അവിടെ തന്നെ റിഫ്ലക്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബമ്പർ ആക്ച്വലി ഡ്യുവൽ ടോൺ ഫിനിഷ് ഒന്നും അല്ല, നോർമൽ ഒരു ബ്ലാക്ക് ക്ലാഡിംഗ് നമ്മുടെ ആ ഒരു സൈഡിലൂടെ റൺ ചെയ്യുന്ന ആ ഒരു സെയിം ക്ലാഡിംഗ് ഇവിടെയും വന്നിട്ടുണ്ട്. ഡിസൈൻ വൈസ് ഇവിടെയും കുറ്റമൊന്നും പറയാനില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും ഈ വാഹനം റോഡിൽ കാണുന്ന സമയത്ത് ഈ പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ക്രോം ലൈനിങ് ആയതുകൊണ്ട് ഇത് കുറച്ചൊരു എടുപ്പുണ്ടാകുമായിരിക്കും എന്നതിന്. ഇനി നമുക്ക് എന്തായാലും ഈ വാഹനത്തിന് ഇന്റീരിയേഴ്സിലേക്ക് വരാം. ഇതിപ്പോൾ ഇന്റീരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ വാഹനത്തിന് ഇന്റീരിയേഴ്സ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ യൂഷ്വൽ ഒരു കിയ വാഹനത്തിൽ കാണുന്ന പോലത്തെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഈ വാഹനത്തിലും അവർ കൊടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു GT ലൈൻ എന്ന് പറഞ്ഞ മോഡൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതല്ലെങ്കിൽ അവരത് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചേനെ. അതുമാത്രമല്ല സ്റ്റിയറിംഗ് വീലിലും GT ലൈൻ്റെ ഒരു ബാഡ്ജിങ് വന്നേനെ. ഇതിലിപ്പോൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ആ തേർഡ് സ്പോക്കിലായിട്ട് കാരൻസിൻ്റെ ബാഡ്ജിങ് ആണ് വരുന്നത്. സ്റ്റിയറിംഗ് വീലിലും അങ്ങനെ വേറെ റെഡ് സ്റ്റിച്ചിങ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഒരു നോർമൽ ഡിസൈനുള്ള സ്റ്റിയറിംഗ് വീലാണ്, സ്പോർട്ടി സ്റ്റിയറിംഗ് വീൽ അല്ല. ലെഫ്റ്റ് സൈഡിൽ സ്റ്റിയറിംഗ് മോണറ്റ് കൺട്രോൾസ് ഉണ്ട്. റൈറ്റ്
സൈഡിൽ MID കൺട്രോൾ ചെയ്യാൻ അതുപോലെ ക്രൂസ് കൺട്രോളിന് സ്വിച്ചസ് ഉണ്ട്. ആ ഒരു ലെതർ റാപ്ഡ് ഫിനിഷ് ഒക്കെ സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ഫുള്ളി ഡിജിറ്റൽ ആണോ എന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ആണ്, പക്ഷേ ഇത് ഒറ്റ പാനലല്ല. അതായത് നമ്മളിപ്പോൾ XUV700 അല്ലെങ്കിൽ LKSR-ലൊക്കെ കണ്ടതുപോലെ ഒരു ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിന്റെ പാനലല്ല. ഇതിപ്പോൾ കുറച്ച് സ്ക്രീൻസ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ ആണ്. ഇതിൽ വേറെ അനലോഗ് നോബ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതിൽ മൾട്ടി ഡ്രൈവ് മൂഡ്സ് അനുസരിച്ച്, അതായത് നോർമൽ ഉണ്ട്, ഇക്കോ ഉണ്ട്, പിന്നെ സ്പോർട്ട് ഉണ്ട്. ഈ ഡ്രൈവിംഗ് മൂഡ്സ് അനുസരിച്ച് ഈ ഇൻസ്ട്രുമെന്റ് ലിസ്റ്റിന്റെ കളർ മാറും. ഇനി സെൻറ്റർ കൺസോൾ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവരുടെ പല വാഹനങ്ങളിലും കാണുന്ന സെയിം 10.25 ഇഞ്ചസിൻ്റെ ടച്ച് സ്ക്രീൻ ഫുട്ടേം സിസ്റ്റം തന്നെയാണ് ഈ വാഹനത്തിലും കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷനാണ്. അതായത് ഇപ്പോഴത്തെ വാഹനങ്ങളിൽ കാണുന്നതിലും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷനാണ് ഇതിൻ്റെ UI ഒക്കെ വരുന്നത്. എന്തായാലും ഇതിപ്പോൾ സെയിം യൂണിറ്റ് തന്നെയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ബ്ലൂടൂത്ത്, USB ഇങ്ങനത്തെ എല്ലാ കണക്ടിവിറ്റി ഓപ്ഷൻസും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ബോസിൻ്റെ 8 സ്പീക്കർ മ്യൂസിക് സിസ്റ്റമാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇനി ഇതിൻ്റെ AC-യുടെ കൺട്രോൾ പാനലിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫുൾ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലാണ് AC-യുടെ കൺട്രോൾസ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഫിനിഷ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സെൽട്ടോസിലോ അല്ലെങ്കിൽ സോണറ്റിലോ കണ്ട പോലത്തെ ഒരു കൺട്രോൾ പാനൽ അല്ല. സോണറ്റിൽ പിന്നെ കുറച്ച് ഓടായിരുന്നു, സെൽട്ടോസിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് പക്ഷേ അത്യാവശ്യം പുതിയൊരു i20 ഇൻസ്പയർഡ് ആയിട്ട് പോലെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഡിസൈൻ വൈസ് കുഴപ്പമില്ല. ഇതിപ്പോൾ ടച്ച് പാനൽസ് മൊത്തം ടച്ച് അല്ല, നമ്മുടെ ഒരു ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ആ ഒരു മാനുവൽ ഡയൽസിൽ തന്നെ വരുന്നുണ്ട്. ഇത് ഡ്യുവൽ സോൺ അല്ല, സിംഗിൾ സോൺ AC ആണ്. ഇനി എയർ കണ്ടീഷനിങ് കൺട്രോൾസിന് താഴത്തായിട്ട് അവർ വേറെ കുറച്ച് സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഹിൽ ഡീസൻ കൺട്രോളിൻ്റെ സ്വിച്ച്, അതുപോലെ ഡ്രൈവ് മോഡ്സിൻ്റെ സ്വിച്ച്, ഇങ്ങനത്തെ പല സ്വിച്ചുകളും ഇവിടെ വരുന്നുണ്ട്. ഇനി അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഫാസ്റ്റ് ചാർജിങ് USB പോർട്ട് ഉണ്ട്, ഒരു റെഗുലർ USB പോർട്ട് ഉണ്ട്, പിന്നെ ഒരു 12 വോൾട്ട് പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. ഈ സ്വിച്ചസിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ സീറ്റ് വെന്റിലേഷൻ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസും കൊടുത്തിരിക്കുന്നത്. 64 കളേഴ്സിന്റെ ambient ലൈറ്റിംഗ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇതിപ്പോൾ ശരിക്കും മെർസിഡീസ് വാഹനങ്ങളൊക്കെയാണ് കൂടുതലും 64 കളേഴ്സ് ഒക്കെ വരുന്നത്. എന്തായാലും LKSR-ൽ ഇതുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റോറേജ് കമ്പാർട്ട്മെന്റ്സും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഇപ്പോൾ സീറ്റിന് താഴെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡിൽ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവർ സ്റ്റോറേജ് ഏരിയാസ് കൊടുത്തിട്ടുണ്ട്. പുറകിലാണെങ്കിൽ തന്നെ ഒരു ട്രേ വരുന്നുണ്ട്. നമ്മൾ LKSR-ലൊക്കെ കണ്ടതുപോലുള്ള ഒരു സെയിം ട്രേ ആണ്. ഇതിൽ തന്നെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അതുപോലെ വേണമെങ്കിൽ ടാബ്ലറ്റ് ഒക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് വരുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, റൈറ്റ് സൈഡിലെ ട്രേയുടെ തൊട്ട് മുകളിലാണ് ഈ വാഹനത്തിന്റെ എയർ പ്യൂരിഫയറിന്റെ കൺട്രോൾസ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തൊട്ട് കളിക്കേണ്ട ഒരു സംഭവമായി പുറകിലിരിക്കുമ്പോൾ. സാധാരണ ഇവരുടെ വാഹനങ്ങളിലൊക്കെ ഇൻബിൽഡ് ഇങ്ങനെ എയർ പ്യൂരിഫയറിന്റെ ഒരു ഡിസ്പ്ലേ വരുമ്പോൾ അത് ആംറെസ്റ്റിലൊക്കെയാണ് കൊടുക്കാറ്. ഇനി മറ്റുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. അതായത് ഫ്രണ്ടിലത്തെ സീറ്റ്സ് മാത്രം നമുക്ക് വേണമെങ്കിൽ തണുപ്പിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ 1 ടച്ച് ടെമ്പിൾ ഫംഗ്ഷനുള്ള സീറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ പല വാഹനങ്ങളിലും നമുക്ക് തേർഡ് റോയിലേക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആദ്യം സീറ്റ് താത്തുക, അല്ലെങ്കിൽ സീറ്റ് സ്ലൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സീറ്റ് മടക്കുക, ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊന്ന് തേർഡ് റോയിലേക്ക് കയറി കിട്ടുന്നത്. ഈ വാഹനത്തിൽ തേർഡ് റോയിൽ കയറാൻ അത്ര വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്യുക, ഈ സീറ്റ്സ് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്ത് മൊത്തം മടങ്ങി പൊക്കോളും. നമുക്ക് ഈസി ആയിട്ട് തേർഡ് റോയിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു നോർമൽ സൈസിലുള്ള ഇലക്ട്രിക് സൺറൂഫും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ സെൽട്ടോസിൻ്റെ ഒക്കെ സൈസിലുള്ള ഒരു സൺറൂഫ് ആണ്. കിയ കണക്റ്റും കിയയുടെ യുവോ കണക്റ്റഡ് കാർ ടെക്നോളജിയും ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ യാതൊരു പ്രശ്നമില്ല. ഇനി അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഫ്രണ്ട് ഡോർസിൻ്റെ താഴെ ഒരു ലോഗോ പ്രൊജക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രാത്രി നിങ്ങൾ ഡോർ തുറക്കുകയാണെങ്കിൽ കിയ എന്ന് പറഞ്ഞ ലോഗോ പ്രൊജക്ട് ചെയ്യും റോഡിൽ. ഇതിപ്പോൾ രാത്രി മാത്രമേ പ്രൊജക്ട് ചെയ്യുമെന്നല്ല, രാവിലെയും പ്രൊജക്ട് ചെയ്യും. പക്ഷേ രാവിലെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല, രാത്രി ആയിരിക്കും കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് കാണുന്നത്. ഇനി ഇതിൻ്റെ ഓവറോൾ ഒരു ഡാഷ്ബോർഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് വരുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് വേറെ അധികം സോഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്തായാലും ഇന്റീരിയർ ഡിസൈൻ പ്രീമിയം ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഓവറോൾ കൺസോളിൽ ഒരുപാട് ഗ്ലോസ് ബ്ലാക്ക് എലമെന്റ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ സെൻറ്റർ കൺസോളിൽ ലെഫ്റ്റ് സൈഡിലൊരു ഫുൾ ഡാഷ്ബോർഡും ഗ്ലോസ് ബ്ലാക്ക് ആണ്. ഇത് ഒറ്റൊരു പ്രശ്നമേ ഉള്ളൂ, പുറകിൽ നിന്ന് സൂര്യൻ അടിക്കുമ്പോൾ അതിൽ ഗ്ലെയർ അടിക്കാതിരുന്നാൽ മതി. അങ്ങനെ അടിക്കുകയാണെങ്കിൽ സൈഡിൽ ഇരിക്കുന്നവൻ്റെ കണ്ണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും, ചിലപ്പോൾ അതും ഗ്ലോസ് ബ്ലാക്ക് കളർ ആവുമായിരിക്കും. 2 സീറ്റിംഗ് കോൺഫിഗറേഷൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇതിലിപ്പോൾ 6 സീറ്റർ കോൺഫിഗറേഷൻ അവൈലബിൾ ആണ്, 7 സീറ്റർ കൺഫിഗറേഷനും അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഏത് കൺഫിഗറേഷനുള്ള സീറ്റ്സ് എടുത്താലും വേറെ കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ LKSR-ലൊക്കെ നമ്മൾ 6 സീറ്റർ മോഡൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് റോ പാസഞ്ചേഴ്സിന് സെൻറ്ററിൽ വേറൊരു പാനൽ വരുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ വയർലെസ് ചാർജിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലെന്തായാലും അങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ല, നോർമൽ കൺഫിഗറേഷൻസ് മാത്രമേ ഉള്ളൂ. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ പേരിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൽ ആക്ച്വലി അവർ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. അതായത് നിങ്ങൾ ബേസ് മോഡൽ എടുക്കുകയാണെങ്കിലും ടോപ്പ് മോഡൽ എടുക്കുകയാണെങ്കിലും എന്തായാലും ഈ വാഹനത്തിൽ 6 എയർ ബാഗ്സ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതെന്തായാലും ഒരു വളരെ നല്ല ഫീച്ചറായിട്ട് തന്നെ പറയാം. ഇനി മറ്റുള്ള ഫീച്ചേഴ്സിന്റെ പേരിൽ ഈ വാഹനത്തിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അവൈലബിൾ ആണ്, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെന്റ് അവൈലബിൾ ആണ്, ഹിൽ ഡീസൻ കൺട്രോൾ അവൈലബിൾ ആണ്, ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ പല സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ എന്തായാലും കിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സേഫ്റ്റി ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല. ഇനി ഇതിന്റെ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവർ ഒഫീഷ്യലി ഏതൊക്കെ എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. പെട്രോളും ഡീസലും 2 എഞ്ചിൻ ഓപ്ഷൻസും അതുപോലെ ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിൽ വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ഗസ് ചെയ്യാൻ പറ്റും ഇവരുടെ എഞ്ചിൻ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഡീസൽ ഈ വാഹനത്തിൽ വരാൻ പോകുന്ന 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ക്രെറ്റയിലും LKSR-ലൊക്കെ വരുന്ന സെയിം ഡീസൽ, സെൽട്ടോസിലും സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. 115 bhp പവറും 115 PS പവറും
250 ന്യൂട്ടൺ മീറ്റേഴ്സിന് ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇതിൽ തന്നെ ഇപ്പോൾ 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കുമാണ് വരുന്നത്. ഇനി ഇതിൻ്റെ പെട്രോൾ എഞ്ചിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിൽ എനിക്ക് തോന്നുന്നില്ല എൽക്കസാറിൽ അവർ കൊടുത്ത ഒരു 2 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ വരുമെന്ന്. അതിന് പകരം കൂടുതലും ചാൻസ് വരാനുള്ളത് 1.4 ലിറ്റർ ടർബോ GTI പെട്രോൾ എഞ്ചിനാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യം, അവർ 7 സ്പീഡ് DCT വാഹനത്തിലുണ്ട് എന്ന് എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനിൽ ആരും DCT ട്രാൻസ്മിഷൻ കൊടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ വാഹനത്തിൽ 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 140 PS 242 Nm ടോർക്കുമാണ് ഈ എഞ്ചിൻ ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന പവർ. സെൽറ്റോസിന് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്, 6 സ്പീഡ് മാനുവൽ ആയിരുന്നു. ഇതിൽ പക്ഷേ മാനുവൽ വരുമില്ല എന്ന് അവരെന്തായാലും ഒഫീഷ്യലി പറയേണ്ടി വരും. ഇതുവരെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ഇതിലെന്തായാലും അവർ ഇവരുടെ 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനത്തിന്റെ ഓവറോൾ സൈസ് വെച്ച് ചിലപ്പോൾ കുറച്ച് അണ്ടർപവർഡായി പോകേണ്ട ഒരു സാധ്യതയുണ്ട്. ഇനി അടുത്തതാണ് ഈ വാഹനത്തിന്റെ സെഗ്മെന്റ്. ഇറങ്ങിയ സമയത്ത് എനിക്കറിയാം പലരും ചോദിച്ചിരുന്നു ഇത് ഏത് സെഗ്മെന്റ് ആണ്, ഇത് MPV ആണോ, ഇത് SUV ആണോ, അതോ ഇത് വേറെ എന്തെങ്കിലും ആണോ, ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണെന്ന്. ഇതിപ്പോൾ നമ്മൾ ഹ്യുണ്ടായി ക്രെറ്റ വലിച്ചു നീട്ടി എൽക്കസാർ ആക്കി, അതുപോലെ തന്നെ സെൽട്ടോസ് വലിച്ചു നീട്ടി കാരൻസ് ആക്കിയതാണ്. പക്ഷേ ഇത് കിയ ആയതുകൊണ്ട് അവർ കുറച്ചും കൂടെ ഡിസൈനിൽ ചേഞ്ചസ് കൊണ്ടുവന്നു, പുതിയ കുറച്ച് ടെക്നോളജീസും ഈ വാഹനത്തിൽ അവർ കൊണ്ടുവന്നു. അതെന്തായാലും ഹ്യുണ്ടായി എൽക്കസാറിൽ ചെയ്തിരുന്നില്ല. അവർ ജസ്റ്റ് ഡിസൈൻ മാറ്റി, ഡിസൈനും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, പുറകിലത്തെ മാത്രമേ അവർ ഡിസൈൻ മാറ്റിയുള്ളൂ. ഇനി ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിന്റെ പ്രൈസ് അവർ ഇതുവരെ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല. മിക്കവാറും 2022 ജാനുവരി ഒക്കെ ആകുമ്പോഴേക്കും അവർ ഈ വാഹനത്തിന്റെ പ്രൈസ് കൂടി അനൗൺസ് ചെയ്യേണ്ടതാണ്. ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അറൌണ്ട് 16 lakhs സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 22 ലക്ഷം രൂപ വരെ എക്സ്ഷോറും പോകാനാണ്. പിന്നെ ഇതിലിപ്പോൾ ഒരു ബേസ് മോഡൽ മുതൽ തന്നെ 6 എയർ ബാഗ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും എൽക്കസാറിൽ ഉണ്ടായിരുന്ന പോലൊക്കെ തന്നെ ആയിരിക്കും ഈ വാഹനത്തിലും വരാൻ പോകുന്നത് എന്ന്. കാരണം ഇതിലൊരു പ്രോപ്പർ ബേസ് മോഡൽ ഉണ്ടാവാനൊരു സാധ്യതയില്ല. ചിലപ്പം കുറച്ച് കോസ്റ്റ് കട്ടിംഗ് ഒക്കെ ചെയ്ത് പ്രൈസ് കുറച്ചൊരു വേരിയന്റ് ഇറക്കുമായിരിക്കും. അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉണ്ടാവായിരിക്കും. അതുകൊണ്ട് ഇതിന്റെ വില ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. ഈ വാഹനത്തിന്റെ ഡിസൈനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും താഴെ കമന്റ്സിൽ പറഞ്ഞോളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.